അല്ലാഹുവിന്റെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, ഹജ്ജത്തുൽ വദാഇന്റെ നബിതങ്ങളുടെ ജീവിതത്തിന്റെ അവസാന നേരത്തുള്ള സുന്ദര പ്രഭാഷണം കൊണ്ട് ലോകത്തെ അനുഗ്രഹീതമായ അവസാനത്തെ ഹജ്ജ് കർമ്മം, ആ ഹജ്ജ് കർമ്മത്തിന്റെ വേളയിൽ വിശുദ്ധമായ കഅബയുടെ വാതിലിന്റെ വട്ടക്കണ്ണ് പിടിച്ചു കുലുക്കിക്കൊണ്ട് ലോകത്തിന്റെ മുത്തഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, അയ്യുഹന്നാസ്. നബിത്തങ്ങളുടെ വാക്കുകൾ സാർവലൗകികവും സാർവജനീനവുമാണെങ്കിൽ അവിടെ ഒരുമിച്ചുകൂടി ലക്ഷത്തിൽ പരം വരുന്ന സ്വഹാബത്തുൽ കിറാമിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ലോകത്തിന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2013 അധുനാതന സമൂഹത്തിനിടയിൽ നിന്നുകൊണ്ട് പോളൂരെന്ന അല്ലാഹുവിന്റെ അനുഗ്രഹീത ഭൂമികയിൽ ഇരുന്നുകൊണ്ട് അന്തിമ കാഹളത്തെക്കുറിച്ച് കേൾക്കാൻ ഒരുമിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ടവരോട് നബിത്തങ്ങൾ വിളിച്ചു പറഞ്ഞു, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അലാ ഉഖ്ബിറുക്കും ബിഅസ്റാത്തിസ്സാഅ, ഖിയാമത്ത് നാളിന്റെ തൊട്ട് മുമ്പുള്ള അടയാളങ്ങളെ നിങ്ങൾക്ക് കേൾക്കണോ? ഈ അടയാളങ്ങൾ ലോകത്തിന് സംഭവിച്ചാൽ വെളിപ്പാടുകളെ ലോകം തകർക്കപ്പെടും കൂട്ടരേ. അങ്ങനത്തെ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് കേൾക്കണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ ഫഖാമ ഇലൈഹി സൽമാൻ, പേർഷ്യക്കാരനായ കുശാഗ്ര ബുദ്ധിശാലിയായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു സദസ്സിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് വിളിച്ചു പറഞ്ഞു, അഖ്ബിർനാ ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്. നബിയേ, അവിടത്തെയും എന്റെ മാതാപിതാക്കളും പരസ്പരം എനിക്ക് വൈരുദ്ധ്യമാകുമ്പോ എന്റെ ഉമ്മയും ബാപ്പയും മണ്ണും രണ്ടിലേതെങ്കിലും ഒന്നിരിക്കെ നഷ്ടപ്പെടുമെന്ന സാഹചര്യം വന്നാൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ അങ്ങയ്ക്ക് വേണ്ടി എന്റെ ഉമ്മയെയും ബാപ്പയെയും ഞാനിതാ ദണ്ഡം നൽകി നബിയേ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നബിത്തങ്ങളോടുള്ള സമർപ്പണവും സ്നേഹവും 100% ഈ വാക്കുകൊണ്ട് ലോകത്തെ അറിയിച്ചുകൊണ്ട് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു, നബിയേ, അടയാളങ്ങളൊന്ന് വിവരിച്ചു തരുമോ നബിയേ? എന്റെ പ്രിയപ്പെട്ടവരെ, നബിത്തങ്ങൾ വെളിവാക്കി കൊടുക്കുന്നു, അവിടെ എണ്ണി കൊടുക്കുന്നു. ഒന്നാമതന്നെ നിസ്കാരം ലവലേശം വിലയില്ലാതെയാക്കപ്പെടുന്ന കാലമെന്ന് കടന്നു വരുമോ? വെളിപാടുകളെ ലോകാവസാനമാണ് മക്കളെ. അന്തിമ കാഹളം മുടക്കപ്പെടാൻ തീയതികൾ നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞു മക്കളെ. എന്തിനു വേണ്ടി നിസ്കാരം നിയമമാക്കപ്പെട്ടുവോ ആ വ്യവസ്ഥാപിതമായി നിയമമാക്കപ്പെട്ട വ്യവസ്ഥയിൽ നിന്ന് തെറ്റപ്പെട്ട തരത്തിൽ കേവലം പ്രകടനങ്ങളും കാട്ടിക്കൂട്ടലുകളുമായി നിസ്കാരം മാറ്റപ്പെടുമ്പോ ഇത് അവസാന കാലം തന്നെയല്ലേ പ്രിയപ്പെട്ടവരെ? നബി തങ്ങളാണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, സഹാബത്തെ, നിങ്ങളെ ജീവിതത്തിന്റെ വലിയ വിലയായി നിങ്ങൾ കൊണ്ടു നടന്ന നിസ്കാരമുണ്ടല്ലോ, ഒരാടിമയുടെ സമർപ്പണ വിനീത വിധേയതയുടെ ഉത്തുംഗതയാകുന്ന വിശുദ്ധമായ നിസ്കാരം ദിവസത്തിന്റെ രംഗത്തിൽ കൂട്ടിമുട്ടുന്നതിന്റെ ഇടയിൽ വിശുദ്ധമായ അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അവാദ്യമായ അനന്തമായ അനുഭൂതികളുടെ വിസ്മൃതിയിലേക്ക് കൈപിടിച്ചുയർത്തുന്ന പരിശുദ്ധ നിസ്കാരമുണ്ടല്ലോ. ഈ നിസ്കാരം വിലകുറച്ച് കാണപ്പെടുന്ന കാലമെന്ന് കടന്നു വരുമോ? ഖിയാമത്ത് നാളെ വെളിപ്പാടുകളെയാണ്. അന്തിമ കാഹളം മുടക്കപ്പെടാൻ സമയമടുത്തായി സ്വഹാബ. بالصبر والصلاة وإنها لكبيرة إلا على الخاشعين الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون.
വിവരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കുക, ഒരുപാട് പേര് നിസ്കാരം കൊണ്ട് ഇന്ന് അനുഗ്രഹീതമാണ്. പക്ഷേ നിസ്കാരം കൊണ്ട് വ്യവസ്ഥയാക്കപ്പെട്ട ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം ഇന്നത്തെ നിസ്കാരക്കാരിൽ 99%-നുമില്ല എങ്കിൽ നിസ്കാരം പാഴാക്കപ്പെട്ട കേവലം പ്രകടനങ്ങൾ മാത്രമായി നിസ്കാരം മാറ്റപ്പെട്ടെങ്കിൽ വെളിപ്പാടകല ഖിയാമത്ത് നാളാണ്. പ്രിയപ്പെട്ടവരെ, തീർന്നില്ല. വീണ്ടും നബിത്തങ്ങൾ വിശുദ്ധമായ കാബയെ സാക്ഷി നിർത്തിക്കൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, വൽമൈലു മാൽ ഹവാ, ദുരാഗ്രഹങ്ങൾ മനുഷ്യന്റെ ദൗർബല്യമായി മാറ്റപ്പെടുന്ന കാലമെന്ന് കടന്നു വരുമോ? ദൗർബല്യങ്ങളായി ദുരാഗ്രഹങ്ങൾ മാറ്റപ്പെടുന്ന കാലമെന്ന് കടന്നു വരുമോ? തന്റെ ആഗ്രഹങ്ങളും ഇംഗിതങ്ങളും ലോകത്ത് നടമാടാൻ വേണ്ടിയിട്ട് ജീവിക്കുന്നവരായി, ജീവിതത്തിന്റെ ധർമ്മമറിയാത്തവരായി മനുഷ്യൻ എന്ന് മാറ്റപ്പെടുമോ? ഖിയാമത്ത് നാള് വെളിപ്പാടകലയാണെന്ന് രവിതങ്ങൾ എണ്ണി തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ അധുനാതന സമൂഹത്തിന്റെ മുമ്പിൽ സ്വാർത്ഥ താല്പര്യങ്ങൾ ജീവിതത്തിന്റെ സംസ്കാരമാക്കി മാറ്റപ്പെടുന്ന ഈ അധുനാതന സമൂഹത്തിന്റെ മുമ്പിൽ എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ ആഗ്രഹത്തിനാണ് വില, എന്റെ ആഗ്രഹത്തിന്റെ നടമാടലിന് വേണ്ടി എന്തു ഞാൻ പ്രവർത്തിക്കും. അതുകൊണ്ടാണ് തൃപ്പൂണിത്തുറ സ്വദേശിയായ റാണി എന്ന 29കാരി മാതൃത്വം കൊണ്ട് അനുഗ്രഹീതായ പെണ്ണുവർഗം ഇന്നുവരെ ലോകം കേട്ടിട്ടില്ലാത്ത ചരിത്രങ്ങൾക്കും മനുഷ്യന്റെ ആരംഭത്തിന്റെ പ്രവൃത്തികൾക്കും ഈ അധുനാതന കാലഘട്ടം സാക്ഷിയാകുമ്പോ എവിടെയാണ് പിഴച്ചതെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വ്യക്തമായി ലോകത്തെക്കുറിച്ച് കാഴ്ചപ്പാടുള്ള നബിത്വങ്ങളാണ് വിളിച്ചു പറഞ്ഞത്. വൽമൈലു മാൽ ഹവാ, ആഗ്രഹം ദൗർബല്യമായി മാറുന്ന മനുഷ്യരായി അന്നത്തെ മനുഷ്യൻ മാറുമെന്ന് പഠിപ്പിക്കുമ്പോ തൃപ്പൂണിത്തുറ സ്വദേശിയായ റാണി എന്ന 29കാരി രഞ്ജിത്ത് എന്ന പേരുള്ള അവരുടെ കാമുകനോടൊത്തുള്ള ജീവിതത്തിന് 4 വയസ്സുള്ള ആപ്പി എന്ന പെൺകുട്ടി തടസ്സമായി മാറിയപ്പോ ഒരാഴ്ച മാത്രമല്ലേ കഴിഞ്ഞല്ലോ. പ്രിയപ്പെട്ടവരെ, അറയ്ക്കാത്ത വിറയ്ക്കാത്ത കിടങ്ങാത്ത കൈത്തലം കൊണ്ട് സ്വന്തം പ്രസവിച്ച കുട്ടിയുടെ കഴുത്ത് വെച്ച് മുറിച്ചിട്ട് സ്വന്തം കൈകൊണ്ട് ഭൂമി മണ്ണിൽ കുഴികുത്തിയിട്ട് കുഴിച്ചു മൂടിയെങ്കിൽ ആഗ്രഹം ദൗർബല്യമായി മാറിയതിന്റെ പേരിലാണ് ഈ അതിക്രമത്തിന് കേരളം ഞെട്ടിവിറച്ച് സാക്ഷിയായതെങ്കിൽ ഇതുപോലെ എത്രയെത്ര ചരിത്രങ്ങൾ ലോകത്തിന് തരാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വിപത്തിന്റെ പോലും ഒരുപാട് ഇതുപോലത്തെ വാർത്ത നമുക്ക് തരാറില്ലേ? വൽമൈലു മാൽ ഹവാ, ഇത്തരത്തിൽ ആഗ്രഹങ്ങൾ ദൗർബല്യമായ ഒരു സമൂഹത്തിൽ എന്ന് വരുമോ വെളിപ്പാടകല ലോകം തകർക്കപ്പെടും.